തൻ്റെ പരസ്യ ജീവിതാരംഭത്തിൽ മഹത്തായ രക്ഷാകര പദ്ധതിയുടെ ഭാഗഭാക്കുകളാകുവാൻ അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്ത ക്രിസ്തുനാഥൻ്റെ തെരഞ്ഞെടുപ്പുകൾ അന്നു മുതൽ മാനുഷികമായ കണക്കുകൂട്ടലുകൾക്കും വിഭാവനകൾക്കും അതീതമായിരുന്നു. ദൈവത്തിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പുകളും വിസ്മയകരമാണ്. ഓരോ കാലഘട്ടത്തിനും അനുയോജ്യരായ ശുശ്രൂഷകരെ തൻ്റെ അജഗണത്തിൽ നിന്നും കണ്ടെത്തുന്ന അവിടുന്ന് അവരിലൂടെ അനേകായിരങ്ങളെ തൻ്റെ മഹത്തായ പദ്ധതികളോട് ചേർത്തു നിർത്തുന്നു. ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കിലച്ചൻ താൻ ഇടപെട്ട മേഖലകളുടെ വൈവിധ്യം കൊണ്ടും സ്വാധീന ശക്തി കൊണ്ടും ശിഷ്യസമ്പത്ത് കൊണ്ടും കേരള സഭയിൽ ശ്രദ്ധേയനാണ്. 1980കളിൽ പൈതലാം യേശുവെ തുടങ്ങി അദ്ദേഹം സംഗീതം നൽകിയ ഒരുപിടി ഗാനങ്ങളിലൂടെ മലയാളികൾ ഒന്നടങ്കം അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ ഒരു വൈദികനായിത്തീരണമെന്ന ആഗ്രഹമാണ് തനിക്കുണ്ടായിരുന്നതെന്ന് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കിലച്ചൻ ഓർമ്മിക്കുന്നു. സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടുമെല്ലാം അക്കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നതിനാൽ എല്ലാവരും ആ കണ്ണിലൂടെ ആ ബാലനെ കണ്ടു. അമ്മയാകട്ടെ ഭാവിയിലെ ഒരു പുരോഹിതനു വേണ്ട ശരിയായ ശിക്ഷണം നൽകുന്നതിൽ ബദ്ധശ്രദ്ധയായിരുന്നു. പൈതലാ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കിലച്ചൻ്റെ ജീവിതകാലത്തുടനീളം അദ്ദേഹം ഒരു മികച്ച ഗായകനായും സംഗീതജ്ഞനായും അറിയപ്പെട്ടിരുന്നു. പൈതലാ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളായി പുറത്തിറങ്ങുകയും എക്കാലവും സകലരുടെയും ഇഷ്ടഗാനങ്ങളായി തുടരുകയും ചെയ്യുന്ന ഒരുപിടി മഹത്തായ ഭക്തിഗാനങ്ങൾ പിറവികൊള്ളുന്നതിനു മുമ്പും അദ്ദേഹത്തിലെ സംഗീതജ്ഞനെ ചുറ്റുമുള്ളവർ തിരിച്ചറിഞ്ഞിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തും സഹപാഠികൾക്ക് ഇഷ്ടപ്പെട്ട ഗായകനായിരുന്നു അദ്ദേഹം. പലരും എന്നെ അറിയുന്നത് പൈതലാം യേശുവേ എന്ന പാട്ടിലൂടെയാണ്. ചിത്ര പാടിയിട്ടുള്ളത്. സംഗീത ലോകത്തേക്ക് ഞാൻ എങ്ങനെയാണ് വന്നത്, എൻ്റെ വൈദിക ജീവിതത്തിലേക്കും അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്കും സംഗീതം എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സംഗീതം, മ്യൂസിക് എൻ്റെ ബ്ലഡിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. കാരണം എൻ്റെ അമ്മ നല്ല ഗായികയായിരുന്നു. അമ്മ ശാസ്ത്രീയ സംഗീതമോ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അമ്മയുടെ 3 സഹോദരിമാർ വളരെ ക്വാളിഫൈഡ് മ്യൂസിക് ടീച്ചേഴ്സായിരുന്നു.
അപ്പോൾ അവരിൽ നിന്ന് കേട്ടൊക്കെയാണ് അമ്മ പഠിച്ചത്. അപ്പോൾ കൊച്ചുനാളിലെ എനിക്ക് പാടാനുള്ള അഭിരുചി ഉണ്ടെന്ന് അമ്മ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്നെ ഇരുത്തി അമ്മ പാട്ട് പഠിപ്പിക്കും. ഭക്തിഗാനങ്ങൾ മാത്രമല്ല, അന്നത്തെ ഡ്രാമ നാടകഗാനങ്ങൾ, നാടോടിപ്പാട്ടുകൾ, ഓണപ്പാട്ടുകൾ, ഇങ്ങനെ പലതും. അപ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞ് സിനിമാ പാട്ടുകൾ. ഞാൻ അങ്ങനെ ആ പാട്ടങ്ങനെ പഠിച്ച് സ്കൂളിലേക്ക് വന്നപ്പോഴത്തേക്കും സിനിമാ പാട്ടുകളായിരുന്നു ഞാൻ കൂടുതൽ പാടുന്നത്. പള്ളിയിലെ പാട്ടുകൾ പാടുന്നുണ്ടെങ്കിലും സ്കൂളിലൊക്കെ നമ്മൾ ഷൈൻ ചെയ്യുന്നത് സിനിമാ പാട്ട് പാടുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ പാട്ടുകൾ പഠിക്കാനായി പിന്നെ ആലപ്പുഴ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇങ്ങനെ പാടി അറിയപ്പെടുന്ന കുട്ടികളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു ഗായകനായിട്ട് ഞാൻ മാറി. സ്കൂളിലും എന്ത് പ്രോഗ്രാം സ്കൂളിലുണ്ടെങ്കിലും ഈശ്വര പ്രാർത്ഥനയായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഗാനം ആലപിക്കുന്നതിന് എന്നെയാണ് എപ്പോഴും സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമായിരുന്നു. ഞാൻ പാടുമ്പോൾ കുട്ടികൾ ലിയോ 13 ഹൈസ്കൂളിലെ കുട്ടികൾ ഞാൻ പാടാനായിട്ട് വന്നു കഴിയുമ്പോൾ നിശബ്ദമായിട്ടിരുന്ന് എൻ്റെ പാട്ടുകൾ കേൾക്കുമായിരുന്നു. എനിക്കതുകൊണ്ട് വളരെ സന്തോഷമായിരുന്നു. പിന്നീട് സെമിനാരി വിദ്യാഭ്യാസ കാലത്തേക്ക് കടന്നപ്പോൾ ദേവാലയ സംഗീതവുമായി ബന്ധപ്പെട്ട് ഏറെ പഠിക്കുവാനും മുന്നേറുവാനുമുള്ള അവസരങ്ങൾ ദൈവം അദ്ദേഹത്തിനായി ഒരുക്കിയിരുന്നു. പഠിച്ച സെമിനാരികളിൽ കൊയറിന് നേതൃത്വം നൽകുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. തുടർന്ന് പൗരോഹിത്യ സ്വീകരണ ശേഷം റോമിൽ പഠിച്ച കാലത്ത് ലഭിച്ച സംഗീത പരിജ്ഞാനം തിരികെ വന്നപ്പോൾ ഉപകരിച്ചുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. പിന്നെ സെമിനാരിയിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് സിനിമാ പാട്ടുകളൊന്നും പാടാൻ സാധിക്കുന്നില്ലായിരുന്നു. അതേ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കൊയറിൽ ചെറിയ അങ്ങനെ ഇംഗ്ലീഷ് പാട്ടുകൾ, പൊളിഫണി ഒക്കെ ഞാൻ അതിൽ ഇപ്പോൾ സോപ്രാനോ പാടിയിരുന്നത് ഞാനാണ്. പിന്നെ സോളോ സിംഗിങ്ങും ഞാനായിരുന്നു. ഫീമെയിൽ വോയിസിൻ്റെ സ്ഥാനത്ത് അത് ഞാൻ തന്നെയാണ് എടുത്തിരുന്നത്. അങ്ങനെ വെസ്റ്റേൺ മ്യൂസിക്കും പിന്നെ ഗ്രിഗോറിയൻ ചാൻഡ് എന്ന് പറയും. അന്ന് കത്തോലിക്ക സഭയുടെ ലാറ്റിൻ റൈറ്റിലെ പ്രധാനപ്പെട്ടതാണ് ഗ്രിഗോറിയൻ ചാൻഡ് എന്ന് പറയുന്നത്. അതിൽ എൻ്റെ പാട്ടുകളിൽ ചിലതുണ്ട് അതിൻ്റെ സ്വാധീനമുള്ള ഗ്രിഗോറിയൻ ചാൻഡും ഉണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ പിന്നെ സെമിനാരിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമാ പാട്ടുകൾ അങ്ങ് മാറിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്തിഗാനങ്ങളായി. അങ്ങനെ പഠിച്ച് വന്ന് ഞാൻ ഓർഡിനേഷൻ കഴിഞ്ഞപ്പോഴെന്നെ റോമിലേക്ക് പഠിക്കാനായിട്ട് അയച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും എനിക്ക് ഗ്രിഗോറിയൻ ചാൻഡ് പഠിക്കാനായിട്ട് സാധിച്ചു. കാരണം അവിടെ ഗ്രിഗോറിയൻ ചാൻഡ് എക്സ്പേർട്ടായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ നവാറ പ്രോവിൻസിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വാറ്റിക്കനിൽ സെൻറ്റ് പീറ്റേഴ്സിലെല്ലാം ഗ്രിഗോറിയൻ ചാൻഡാണ് പാടുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ പൊളിഫണിയും എനിക്ക് കേട്ടെല്ലാം മനസ്സിലാക്കാനുള്ള ഇങ്ങനെ അങ്ങനെ കഴിഞ്ഞാണ് ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ കുട്ടികളെയും ഞാൻ ഗ്രിഗോറിയൻ ചാൻഡും അതുപോലെ മറ്റ് ഇംഗ്ലീഷ് പാട്ടുകളൊക്കെയാണ് ആദ്യകാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആയിരത്തി 1969 ആലുവ മേജർ സെമിനാരിയിൽ അധ്യാപകനായി കടന്നെത്തിയതു മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഗീതത്തിന് പുതിയൊരു മാനം ലഭിക്കുകയായിരുന്നു. സ്വതന്ത്രമായി സംഗീതരംഗത്ത് ഇടപെടുവാൻ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ കൂടുതൽ ആവേശത്തോടെ അദ്ദേഹം അതിൽ മുഴുകി. അക്കാലത്ത് ആദ്യമായി ഒരു ഗാനം സംഗീതം ചെയ്തത് കൂടുതൽ ധൈര്യം പകർന്നുവെന്ന് അദ്ദേഹം സ്മരിക്കുന്നു. 1969 ഞാൻ മംഗലപ്പുഴ സെമിനാരിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ചെല്ലുന്നത്. 70-71 ആയപ്പോൾ ഞാനവിടെ പെർമനൻ്റ് സ്റ്റാഫായിരുന്നു. പക്ഷേ എനിക്ക് സെമിനാരിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു, നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു. എൻ്റെ ഈ മ്യൂസിക്കൽ ടാലൻറ്റ്
എനിക്ക് വികസിപ്പിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് കിട്ടി. അപ്പം ഞാൻ സംഗീതം പഠിച്ചത് തന്നെത്താൻ വേണം, ഒരിടത്തും പഠിച്ചതല്ല, തന്നെത്താൻ പഠിച്ചത്. അതായത് തിങ്കളും ചൊവ്വയും രാവിലെ 7:25 മലയാളം ന്യൂസുണ്ട്, 7:35 മുതൽ 10 മിനിറ്റ് ശാസ്ത്രീയ സംഗീതം തിങ്കളും ചൊവ്വയും തൃശ്ശൂർ റേഡിയോ നിലയത്തിന് റിലേ ശാസ്ത്രീയ സംഗീത പാഠം അത് ഞാൻ കേൾക്കുമായിരുന്നു. പിന്നെ അതുകൂടാതെ രാത്രി ഇങ്ങനെ കച്ചേരികൾ വരും. അപ്പോൾ ആ കച്ചേരി ഇങ്ങനെ യേശുദാസിൻ്റെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചെമ്പൈ പലരുടെ വരുമല്ലോ. അപ്പോൾ അവർ രാഗം പറയും, താളവും. അപ്പം രാഗം എന്ന് പറയുമ്പോൾ ഇന്ന രാഗം ദേശ്. അപ്പം ഞാൻ ഉടനെ ലൈബ്രറിയിൽ ചെന്ന് പുസ്തകം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ആരോഹണം എങ്ങനെയാണ്, അവരോഹണം എങ്ങനെയാണെന്ന് അത് കണ്ടിട്ട് ഹാർമോണിയത്തിൽ അതൊക്കെ വായിച്ച് അങ്ങനെ രാഗങ്ങളും പഠിച്ചു കുറേയൊക്കെ. ഞാൻ 10-15 രാഗങ്ങൾ അങ്ങനെ പഠിച്ചു. അങ്ങനെ അപ്പോൾ ആ കാലഘട്ടത്തിലൊന്നും ഞാൻ സംഗീതം ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ഒരു പ്രാവശ്യം ഇപ്പം അന്ന് ജോബൻ ജോർജ് ഉണ്ട്, ഞങ്ങളുടെ സ്റ്റുഡൻസ് പാട്ടുകൾ എഴുതും, അവരുടെ കൊണ്ട് കൊടുക്കും. അപ്പോൾ അവരാണ് സംഗീതം ചെയ്തിരുന്നത്. ഒരു പ്രാവശ്യം എനിക്കങ്ങനെ തോന്നി ഒന്ന് ചെയ്യണമെന്ന്. അങ്ങനെ മാനസത്തിൻ മണിവാതിൽ എന്ന പാട്ട് ഞാൻ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ബേബി സുജാത, ഇന്ന് സുജാത എന്നറിയുന്ന, അന്ന് ബേബി സുജാത യേശുദാസിൻ്റെ കൂടെ പാടിയിരുന്നതാണ്. അപ്പോൾ ബേബി സുജാതയുടെ ഒരു ഗാനമേള ഞങ്ങളുടെ ഫിലോസഫി സെക്ഷൻ ഗാർമേളയിൽ വരുന്നറിയപ്പോൾ ഞാൻ റെക്സ് ഐസക്സ് ഇതൊക്കെ ചെന്നിട്ട് പറഞ്ഞ് എൻ്റെ ഈ പാട്ടൊന്ന് സുജാതയെ കൊണ്ട് പാടിപ്പിക്കണം ഓർക്കസ്ട്രേഷനോടുകൂടി. അപ്പം മാനസത്തിൻ മണിവാതിൽ എന്നുള്ള പാട്ട് അങ്ങോട്ട് ഫുൾ ഓർക്കസ്ട്രേഷനോടുകൂടി അങ്ങ് പാടി. അപ്പോഴാണ് എനിക്ക് ബോധ്യമായത് എനിക്ക് സംഗീതം ചെയ്യാൻ സാധിക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ സംഗീതത്തിലേക്ക് കയറുന്നത്. ആയിരത്തി 1978 യേശുദാസുമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടുക്കുവാൻ ഇടയായതാണ് സംഗീതരംഗത്ത് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കിലച്ചന് വഴിത്തിരിവായി മാറിയത്. അത് മലയാളത്തിലെ ക്രിസ്തീയ ഭക്തിഗാന മേഖലയ്ക്ക് തന്നെ നിർണായകമായൊരു വഴിത്തിരിവായിരുന്നു. അങ്ങനെ ചില വർഷങ്ങൾക്ക് ശേഷം തളിർമാല്യം എന്ന ഭക്തിഗാന ആൽബം പുറത്തിറങ്ങി. 1978 എനിക്ക് കുവൈറ്റിൽ 2.5 മാസം അവിടുത്തെ ബിഷപ്പ് എന്നെ വിളിച്ചു. അദ്ദേഹം സ്പാനിയർഡാണ്. അദ്ദേഹം മംഗലപ്പുഴ സെമിനാരിയിൽ പ്രൊഫസറായിരുന്നു, പിന്നെ അതുപോലെ തന്നെ പ്രൊക്യുറേറ്ററായിരുന്നു, ബർസാറായിരുന്നു 10-35 വർഷം. അപ്പോൾ അദ്ദേഹം അവിടെ ബിഷപ്പായിരുന്നപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചത് അദ്ദേഹത്തിന് 2 പുസ്തകം എഴുതണം. അപ്പോൾ അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്യും, ഞാനാണത് ഡ്രാഫ്റ്റ് ചെയ്ത് അങ്ങനെ 2 പുസ്തകം അവിടെ ചെന്നിട്ട് എഴുതി, അത് പ്രസിദ്ധീകരിച്ച്. ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞ് ജനങ്ങൾക്ക് ധ്യാനം പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അപ്പം മലയാളികളുടെ ധ്യാന പ്രസംഗത്തിൻ്റെ മധ്യേ ഞാൻ യേശുദാസിൻ്റെ സ്വരമാധുര്യവും ലതാ മങ്കേഷ്കറിൻ്റെ സ്വരമാധുര്യവും എന്തോ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പ്രസംഗമധ്യേ പറഞ്ഞു. ആ അവസരത്തിൽ അവിടെ എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നതിൽ ഒരാൾ യേശുദാസിൻ്റെ ട്രൂപ്പിൽ വായിക്കുന്ന ഒരാളായിരുന്നു, സംഗീതം വേണം. അദ്ദേഹം ചെന്ന് എൻ്റെ ഈ പ്രസംഗം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യേശുദാസ് ഇവിടെ കുവൈറ്റിൽ ഗാനമേളയ്ക്ക് വന്നു. ചെന്നേച്ചും പറഞ്ഞ് ഒരച്ഛൻ യേശുദാസിനെക്കുറിച്ച് പ്രശംസിച്ച് പള്ളിയിൽ പ്രസംഗിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ യേശുദാസ് ആ സമയത്ത് വളരെ ക്രൈസിസിലിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇവിടെ കുവൈറ്റിൽ വന്നപ്പോൾ വേറൊരച്ഛൻ ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസിച്ച് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഉടനെ വിട്ടു ആരാണെന്ന് അറിയാനായിട്ട്. അപ്പോഴാണ് ഞാനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനൊരു വർഷത്തിന് മുമ്പ് എന്നെ യേശുദാസിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചൊരു കോതകത്തച്ഛനുണ്ടായിരുന്നു. ചുള്ളിക്കൽ, അദ്ദേഹത്തിൻ്റെ വീട് ചുള്ളിക്കലായിരുന്നല്ലോ യേശുദാസിൻ്റെ വീട്. അപ്പോൾ അച്ഛൻ എന്നെ കൊണ്ട് യേശുദാസിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യേശുദാസിന് പിടികിട്ടി ഞാൻ ആരാണെന്ന്. അന്ന് ആ ദിവസങ്ങളിൽ യേശുദാസിന് വലിയ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുദാസ് അവിടെ വന്ന് എന്നെ കണ്ടു. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ച് പ്രോഗ്രാം നടത്തുമ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ സംഗീതം ചെയ്ത പാടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ്
അച്ഛൻ എപ്പോൾ പറയുന്നോ അപ്പം ഞാൻ ട്രാക്കിലെല്ലാം നിന്ന് പാടിത്തരാമെന്ന് പറഞ്ഞു. മദ്രാസിൽ നിന്ന് അതേ അടക്കം എന്നെ ഫോൺ ചെയ്ത് ചോദിക്കും പാട്ടൊക്കെ തയ്യാറായോ എന്ന്. അപ്പോൾ ഞാൻ ആയിട്ടില്ല അങ്ങനെ എന്ന്. പിന്നെ ഞാൻ ക്രമേണ ചെയ്ത് ഞാൻ തുടങ്ങുന്നത് 83-ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പാട്ട് 4 ശരിയായിട്ടുണ്ട്, എനിക്ക് സഹായിക്കാനായിട്ട് ആരുമില്ല, കാരണം ആളുകൾക്കൊന്നും മനസ്സിലാകണില്ല സംഗീതം ചെയ്യണത് എന്താണെന്ന്. എൻ്റെ സഭയൊന്നുമില്ല, സെമിനാരിയൊന്നുമില്ല, ആരും കടം തരാനുമില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് സകല ചിലവും അദ്ദേഹം നോക്കിക്കോളാം, ഞാൻ റോയൽറ്റി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സെമിനാറിലെ ക്ലാസ്സുകളൊന്നും വിടാൻ പറ്റില്ല, ഇവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഹോളിഡേ നോക്കി എൻ്റെ സൗകര്യം നോക്കി അദ്ദേഹം തിരുവനന്തപുരത്ത് റെക്കോർഡിങ് വെച്ച് ആദ്യത്തെ 3 പാട്ടും അദ്ദേഹം തന്നെ നിന്ന് ട്രാക്കിലല്ല നിന്ന് പാടി. ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കിലച്ചൻ്റെ ഏറ്റവും പ്രശസ്തമായ ഭക്തിഗാന ആൽബമായ സ്നേഹപ്രവാഹം പൂർത്തിയാകുന്നത് അതേ തുടർന്നാണ്. പൈതലാം യേശുവെ തുടങ്ങിയ നിത്യഹരിതമായ 12 ഗാനങ്ങളാണ് ആ ആൽബത്തിൽ ഉണ്ടായിരുന്നത്. യേശുദാസിൻ്റെ ക്ഷണത്തെ തുടർന്ന് അച്ഛനും ആലുവ സെമിനാരിയിലെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ശിഷ്യരും ചേർന്നാണ് ആ ഗാനങ്ങൾ തയ്യാറാക്കിയത്. പൂർണ്ണമായ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മ പ്രേരിതമായാണ് ഓരോ ഗാനങ്ങൾക്കും അദ്ദേഹം ഈണം നൽകിയിരുന്നത്. മംഗലപ്പുഴ സെമിനാറിൽ പഠിക്കുന്ന ഷമ്മാശന്മാർ, വൈദ്യ വിദ്യാർത്ഥികൾ, ഞാൻ പറഞ്ഞു ഇങ്ങനെ യേശുദാസ് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, എനിക്ക് പാട്ടുകൾ വേണം എന്ന് പറഞ്ഞപ്പോൾ 12 മതിയെന്ന് പറഞ്ഞ് അവരെല്ലാവരും യേശുദാസ് പാടുമല്ല. അപ്പോൾ 12ൻ്റെ സ്ഥാനത്ത് എനിക്കൊരു 10-100 പാട്ടുകളാണ് കിട്ടിയത്. അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് പാട്ടുകൾ. അങ്ങനെ ഞാൻ പാട്ട് സെലക്ട് ചെയ്തതിന് ശേഷം രാത്രി ഞങ്ങളുടെ സെമിനാരി ചാപ്പൽ വളരെ മനോഹരമായൊരു ചാപ്പലാണ്. അവിടെ നൈറ്റ് പ്രയർ കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ അരമണിക്കൂർ, ചിലപ്പോൾ 3/4 മണിക്കൂർ നിന്ന് ഞാനങ്ങ് പ്രാർത്ഥിക്കും, കാരണം എനിക്ക് ഭക്തി കിട്ടാനായിട്ട്. അതിനുശേഷം ഞാൻ എൻ്റെ മുറിയിൽ ചെന്ന് ഹാർമോണിയം എടുത്ത് കർത്താവിൻ്റെ ഒരു പടം ഞാൻ എൻ്റെ മുമ്പിൽ വെച്ച്, പിന്നെ വേർഡ്സ് എഴുതിയ ഈശോയൻ ജീവാധിനായക ആ പാട്ട് അതങ്ങ് വെച്ച്, അതിനായിട്ട് ഞാനൊരു രാഗമെടുത്ത് ഇപ്പോൾ ഈശോയൻ ജീവ ദേശ് അത് നോക്കി, എന്നിട്ട് ഞാൻ കർത്താവിൻ്റെ ആ രൂപത്തിലേക്ക് അങ്ങ് നോക്കി. എനിക്ക് ഈശോയോടുള്ള ആ സ്നേഹം മുഴുവനും ഞാൻ അങ്ങ് പകർന്നുകൊണ്ടാണ് ഞാൻ ഹാർമോണിയം വെച്ച് രാഗങ്ങൾ ചെയ്തത്. അപ്പോൾ എന്നോട് ചോദിക്കും എങ്ങനെ വന്നെന്ന് വെച്ചാൽ വന്നു. അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് ഞാൻ ആ പാട്ട് കേൾക്കും. ഞാനപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കും. 24 മണിക്കൂർ കഴിഞ്ഞുമ്പോൾ ഞാൻ ഒന്നുകൂടി കേൾക്കും. കേട്ടിട്ട് എവിടെയെങ്കിലും ഒന്ന് കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യും. അത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്ന ആ സ്റ്റുഡൻറ്റിനെ വിളിച്ച് ഞാൻ ചോദിക്കും ഇതെങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കും. ഈ പാട്ട് നന്നായിരിക്കണം. അങ്ങനെയാണ് ഓരോ പാട്ടും ഞാൻ ചെയ്തത്. അപ്പോൾ വളരെയധികം പ്രാർത്ഥിച്ച് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് എൻ്റെ പാട്ടുകൾ ഞാൻ ചെയ്തത്. അപ്പോൾ അതിലാണ് ഈ പൈതലാമേശ എന്നുള്ള പാട്ട് വരുന്നത്. അപ്പോൾ അതിൽ 11 പാട്ടുകളും യേശുദാസ് പാടി. അപ്പം ഞാൻ തരങ്കണിയിൽ റെക്കോർഡിങ്ങിൽ നിന്നപ്പോൾ അവർ പറഞ്ഞ ഇതാണ്, ആദ്യം റെക്കോർഡ് ചെയ്യേണ്ട പാട്ട് അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്, അതുകൊണ്ട് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടം തന്നെയാണെന്ന് പറഞ്ഞ്. എന്നാലും അങ്ങനെയല്ല. അപ്പം ഞാൻ ഉടനെ ആദ്യം റെക്കോർഡിങ് എടുത്തത് കർത്താവാം യേശുവെ മർത്യവിമോചക. ഇപ്പോൾ ഹിന്ദോളത്തിൽ ഞാൻ ചെയ്തതാണത്. കാരണം അതിൻ്റെ മ്യൂസിക്കിന് ഡെപ്ത് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് തന്നെ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് 11 പാട്ടും കഴിഞ്ഞപ്പോൾ ഞാൻ യേശുദാസിനോട് പറഞ്ഞു എനിക്ക് ഒരു ഫീമെയിൽ വോയിസ് വേണം പൈതലാം യേശുവെ പാടാനായിട്ട്. അപ്പോൾ യേശുദാസ് പറഞ്ഞു
ഇവിടെ മ്യൂസിക് കോളേജിൽ മ്യൂസിക് ഒരു കലോത്സവം ഉണ്ടായിരുന്നു. അതിൽ ചിത്ര എന്നൊരു കുട്ടിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. നമുക്ക് ആ കുട്ടിയെ വിളിക്കാം പാടാനെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഫോൺ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ചെന്നൈയിലേക്ക് പോയി. പിറ്റേന്ന് ഞാൻ തരങ്കണി സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ രാവിലെ ഒരു 9 മണിക്ക് മുമ്പായിട്ട് ചിത്രയുടെ അച്ഛൻ ചിത്രയെ സ്കൂട്ടറിൻ്റെ പുറകിൽ കൊണ്ടുവന്നു. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ്, ചുരിദാറിട്ട്, സ്ലിമ്മാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചോദിച്ചു ആരാ മ്യൂസിക് ഡയറക്ടറെന്ന്. അപ്പം ഞാൻ എൻ്റെ വൈദികൻ്റെ റിസപ്ഷൻ വെള്ളയാണ് ഞാൻ ഇട്ടിരുന്നതെന്ന്. അപ്പോൾ അച്ഛൻ അപ്പോൾ ഈ ഫാദറാണെന്ന് പറഞ്ഞപ്പോൾ ചിത്രയുടെ അച്ഛൻ പറഞ്ഞു, ഫാദറാണ് മ്യൂസിക് ഡയറക്ടറെങ്കിൽ ഞാൻ എൻ്റെ മോളെ ഇവിടെ ഫാദറിനെ ഏൽപ്പിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. സാധാരണ അദ്ദേഹം പരിപാടി കഴിയുന്നത് വരെ മകളുടെ കൂടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ ചിത്രയെ ഉള്ളിലേക്ക് കൊണ്ടുപോയി പാട്ട് പഠിപ്പിച്ചു. ഒരു അരമണിക്കൊണ്ട് ചിത്ര നന്നായിട്ട് അങ്ങ് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ച്, അപ്പം അന്ന് ചിത്രയ്ക്ക് കൂടിയ 18 അല്ലെങ്കിൽ 19 വയസ്സേ കാണുള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ച് ഈ പാട്ടിൻ്റെ പശ്ചാത്തലം എന്താണെന്ന്. അപ്പം ഞാൻ നമ്മുടെ ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് ഇത് പാടേണ്ടത് ഇങ്ങനെയാണ്. അതായത് ചിത്ര മാതാവിൻ്റെ സ്ഥാനത്തിരിക്കണ പോലെ നിരൂപിച്ചിട്ട് മടിയിൽ ഉണ്ണീശോ കിടക്കുന്നു, അടുത്ത് ഔസേപ്പിതാവ്, ആട്ടിടയന്മാർ, മാലാഖമാർ, പിന്നെ ആടുമാടുകൾ, അങ്ങനെ എല്ലാവരും കൂടി ഒരു താരാട്ട് പാട്ട് പാടി കുഞ്ഞിനെ രസിപ്പിക്കുന്നതായിട്ട് ആ ഒരു ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പാടണമെന്ന് പറഞ്ഞു. റെക്കോർഡിങ്ങിന് ഒരു മണിക്കൂർ വന്ന് അതെല്ലാം ശരിയായി വരുന്നുണ്ട്. അപ്പോൾ ഈ 1 മണിക്കൂർ സമയത്ത് ഈ കുട്ടി ചിത്രയുണ്ടല്ലോ ആരോടും സംസാരിച്ചില്ല, നിശബ്ദമായിട്ടിങ്ങനെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ റെക്കോർഡിങ് വന്നപ്പോൾ ആദ്യം ട്രയൽ ടേക്ക്, അത് കഴിഞ്ഞപ്പോൾ ഫൈനൽ ടേക്ക് എന്നെ അതിശയപ്പെടുത്തി കളഞ്ഞു. ഇൻ 1 ടേക്ക് അൺഇൻറ്ററപ്റ്റഡ് നോൺ സ്റ്റോപ്പ് പാട്ട് മുഴുവൻ അങ്ങോട്ട് പാടി. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ കണ്ണു തള്ളിപ്പോൾ ഞാൻ നോക്കി. പാട്ട് കഴിഞ്ഞ ചിത്രം എന്നോട് ചോദിക്കുക, അച്ഛാ പോരെങ്കിൽ ഞാൻ ഒന്നുകൂടി പാടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് 100% എൻ്റെ മനസ്സിൽ കണ്ടതുപോലെയാണ് ചിത്ര പാടിയത്, ഇത് മതിയെന്ന് പറഞ്ഞു. അക്കാലം മുതൽ ഇന്നും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതാനും ഗാനങ്ങൾ കേരള സമൂഹത്തിന് സമ്മാനിച്ച ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കിൽ അച്ഛൻ അധികം വൈകാതെ തന്നെ സംഗീത സംവിധാന രംഗത്തോട് വിട പറഞ്ഞത് അനേകായിരം സംഗീതാസ്വാദകർക്ക് വേദനയായി മാറി. എന്നാൽ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കുവാൻ തക്കതായ ഒരു കാരണം ആ തീരുമാനത്തിനു പിന്നിൽ ഉണ്ടായിരുന്നു. തൻ്റെ 3ാമത്തെ ആൽബമായിരുന്ന സ്നേഹ സന്ദേശത്തോടെ സംഗീത സംവിധാനം അവസാനിപ്പിച്ച അദ്ദേഹം പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരേ ഒരു ഗാനം മാത്രം ട്യൂൺ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ സക്സസ് കണ്ടുകൊണ്ടാണ് പിന്നെ യേശുദാസ് ക്ഷണിച്ച് സ്നേഹ സന്ദേശം എന്ന ഇറക്കുന്നത്. അതിൽ രക്ഷക, ഗായക, പാരിൽ പിറന്ന ദൈവം, സർവം ഭരിച്ച് സമങ്ങളും വാഴുവാൻ, ആരതി ആരതി ആരാധന, കർമ്മലനാഥേ വാഴുക 12 എണ്ണം. അതിൽ 10 എണ്ണം യേശുദാസ് പാടി, 2 എണ്ണം ജെൻസിയും പാടി. ഇത് കഴിഞ്ഞ് പിന്നീട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞത് 2 ആഴ്ചക്കകം പാട്ടുകളൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സാധിക്കില്ല. ഒന്നാമത് ഞാനൊരു പ്രൊഫഷണൽ മ്യൂസിക് ഡയറക്ടറല്ല. അപ്പോൾ ഞാൻ ഒരുപാട് സമയമെടുത്താണ് ചെയ്യണത്. പിന്നെ എനിക്ക് ഈ ദിവസങ്ങളിൽ ഒരുങ്ങിയിട്ട് അച്ഛന്മാരെ ധ്യാനിപ്പിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ പ്രീസ്റ്റ്ലി മിനിസ്ട്രി കളഞ്ഞുകൊണ്ട് എനിക്ക് മ്യൂസിക് ചെയ്യാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. ഞാൻ പറഞ്ഞത്, അതായത് എൻ്റെ പ്രീസ്റ്റ്ലി കടമകൾ ഒബ്ലിഗേഷന് വേണ്ടിയിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഒഫൻസ് ഒന്നും തോന്നിയിട്ടില്ല. അങ്ങനെയാണ്. പിന്നീട് അത് കഴിഞ്ഞ് 97 എന്നെ നയിക്കും നല്ലൊരിടയൻ
അതിപ്പോഴത്തെ കണ്ണൂർ ബിഷപ്പ് എഴുതിയതാണ്. അത് ചിത്രഭൂമി 97 ബെസ്റ്റ് സോങ് ആയിട്ട് ഭക്തിഗാനങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ പലരും എന്നോട് ചോദിക്കും പിന്നീട്, അപ്പോൾ ഞാൻ 83, 84, 85 ഇതാണ് എൻ്റെ പിന്നെ തളിർമാല്യം, സ്നേഹപ്രവാഹം, സന്ദേശമൊക്കെ വന്നത്. അപ്പോൾ 29 പാട്ടുകളുണ്ട് മൊത്തം. 25 യേശുദാസ് പാടി, ചിത്ര, പൈതലാം യേശുവെ, പിന്നെ ജെൻസി, പിന്നെ ബിജുനാരായൺ, ഇതാണ്. അപ്പോൾ എന്നോട് പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പം ചെയ്യാത്തത്. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞ ഇതാണ്. ഇതൊരു വളരെ ഇമോഷണലായിട്ടുള്ളൊരു മേഖലയാണ് സംഗീതം. ഞാൻ ഒരുപാട് സമയമെടുത്താണ് ചെയ്യുന്നത്. എനിക്ക് പ്രീസ്ലി ഡ്യൂട്ടി ആയിട്ട് ഞാൻ ഒരുപാട് ധ്യാനിപ്പിക്കുന്നതാണ്, പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറാണ്. എഴുതണം, ഞങ്ങളുടെ സഭയുടെ പാരമ്പര്യത്തിൽപ്പെട്ടാണ് റൈറ്റ്. ഞങ്ങളുടെ എല്ലാ വിശുദ്ധരും വലിയ റൈറ്റേഴ്സാണ്. അപ്പോൾ എനിക്ക് റൈറ്റിംഗ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് അമ്മ എനിക്ക് തന്നിട്ടുള്ള ഒരു ഉപദേശമുണ്ട്. അതായത് മോനെ, നീ എവിടെയായിരുന്നാലും ശരി ഒരു വൈദികനാണെന്നുള്ള ചിന്ത ഒരിക്കലും കൈവിടരുന്നവരാണ്. ഞാനൊരു വൈദികനാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കെൻ്റെ ഉള്ളിൽ എനിക്കങ്ങനെ അങ്ങ് തോന്നി, എൻ്റെ വൈദിക അന്തസ്സിന് കോട്ടം തട്ടുമോ ഞാൻ സംഗീതത്തിലേക്ക് മാത്രം ഇറങ്ങിയാലെന്ന് എനിക്കൊരു ചിന്ത വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചേ എനിക്ക് എൻ്റെ പ്രയോറിറ്റി മുൻഗണന നിൽക്കുന്നത് ഞാൻ വൈദികനാണ്. എൻ്റെ വൈദികൻ ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ്. കുഞ്ഞുനാളിൽ എന്നെ വിളിച്ചു, ദൈവം എന്നെ ഈ നിലയിൽ കൊണ്ടുവന്ന്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി, കോട്ടം തട്ടിയേക്കുമോ എന്ന് തോന്നിയപ്പോൾ ഞാൻ സംഗീതം ഇല്ലാതെ എനിക്കിപ്പോൾ ഒരു ജീവിതമില്ല, സംഗീതം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ സംഗീത സംവിധാനം ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള കാരണം. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ കയ്യൊപ്പ് ചാർത്തിയ മഹാനായ ഒരു ശുശ്രൂഷകൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും കഴിവുകളിലൂടെയും അനേക ലക്ഷം മനുഷ്യർ ദൈവിക സ്നേഹം രുചിച്ചറിഞ്ഞു. പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ പിൻബലത്തിൽ ദൈവസ്വരത്തിന് കാതോർത്ത് ഓരോ നിമിഷവും ജീവിതത്തിൽ മുന്നേറിയ ഈ അഭിഷിക്തൻ്റെ ജീവിതം ഇനിയുമേറെ ആത്മാക്കൾക്ക് വെളിച്ചം പകരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് അമ്മ ത്രേസ്യയുടെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചിട്ട് കിട്ടിയിരിക്കുന്ന കൺവിക്ഷൻ ഇതാണ്: നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതാണ് എനിക്ക് വൈദികരോടായാലും സിസ്റ്റേഴ്സിനോടായാലും അൽമായരോടായാലും പറയാനുള്ള ഇതാണ്. വി മസ്റ്റ് റെലിഷ് പ്രേയിങ് എലോൺ. എന്നുവെച്ചാൽ ഏകാന്തമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കഴിയുന്ന ദൈവവുമായിട്ട് പ്രാർത്ഥനയിൽ കഴിയുന്നതിൽ സന്തോഷം കണ്ടെത്തണം. നമുക്കുള്ള ഏറ്റവും നല്ല ഗുണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. എന്താ അത് ഞാൻ ഇപ്പോഴും ഓർക്കാം. ഇപ്പോൾ എനിക്കെന്തില്ല, എൻ്റെ ഓരോ പുസ്തകം ഞാൻ 14 ബുക്സ് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ എവിടെ നിന്നെങ്കിലൊക്കെ പണം ഉണ്ടാക്കി, അല്ലാണ്ട് സഭയിൽ നിന്ന് കാശെടുത്ത് ഞാൻ പുസ്തകം ഇറക്കിയല്ല. പുസ്തകം എല്ലാം പ്രിൻ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ട് സഭ തന്നെയാണ് അതിൻ്റെ പണം എടുക്കുന്നത്. അത് എങ്ങനെയെങ്കിലും ഞാൻ പണം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഉണ്ടാക്കി പുസ്തകം ഇറക്കി, അപ്പോൾ അതിൻ്റെ സകല ഇൻകം ഞാൻ എൻ്റെ സഭയ്ക്കാണ് കൊടുക്കുന്നത്.